ശരത് പവാറിന് വൻ തിരിച്ചടി. NCP ഇനി അജിത് പവാറിന്റെ പാർട്ടി. MLA-മാരുടെ പിന്തുണയാണ് അജിത് പവാറിന് പാർട്ടി ചിഹ്നം നൽകാൻ തീരുമാനിക്കാനുള്ള പ്രധാന കാരണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ശരത് പവാറിന്റെ പാർട്ടിക്ക് പുതിയ പേരിനായി കമ്മീഷൻ അനുമതി നൽകി. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ്, രാഷ്ട്രീയപരമായി ഇതിലും വലിയൊരു തിരിച്ചടി അത് ശരത് പവാറിന് കിട്ടാനില്ല. കൂടുതൽ വിശദാംശങ്ങൾ. പറഞ്ഞ പോലെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത് ശരത് പവാർ. ഈ തിരിച്ചടി തന്നെ പറയാം. അതായത് സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത പാർട്ടി പൂർണ്ണമായും അജിത് പവാറിന്റെ കയ്യിലേക്ക് പോകുന്നു. ഇതിന് വഴിയൊരുക്കിയ പ്രധാനപ്പെട്ട കാരണം മഹാരാഷ്ട്രയിലെ MLA-മാരിൽ ഭൂരിപക്ഷവും അജിത് പവാറിനൊപ്പമാണ് എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷിച്ചു, കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത്. എന്തായാലും രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് നമ്മുടെ രാജ്യത്ത്. ഒഴിവുള്ള സീറ്റുകളിലേക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് 6 സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. ആ കാര്യം മുൻകണ്ടുകൊണ്ട് തന്നെ, ആ കാര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ശരത് പവാറിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക്, അദ്ദേഹത്തിന്റെ വിഭാഗത്തിന് പുതിയ പേര് നിർദ്ദേശിക്കാൻ ഒരു സമയം അനുവദിച്ചിട്ടുണ്ട്. അതിന് നാളെ വൈകിട്ട് 3 മണിക്ക് മുൻപ് 3 പേരുകൾ, പാർട്ടിയുടെ ചിഹ്നം എന്നിവ സമർപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പേര് തീരുമാനിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരത് പവാർ വിഭാഗത്തിന് നൽകും. എന്തായാലും ശരത് പവാറിനെ സംബന്ധിച്ചും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും തിരിച്ചടിയുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി എന്ന നിലയിൽ ഇന്ത്യ സഖ്യം ശക്തമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ പാർട്ടിയുടെ NCP-യുടെ യഥാർത്ഥ അവകാശം അജിത് പവാറിന് എന്ന് പറയുമ്പോൾ പാർട്ടി വോട്ടുകൾ ഒരുപക്ഷെ അജിത് പവാർ പക്ഷത്തേക്ക് പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ തിരിച്ചടിയായേക്കാവുന്ന, ഇന്ത്യ സഖ്യത്തിന് തന്നെ മഹാരാഷ്ട്രയിൽ തിരിച്ചടിയായേക്കാവുന്ന തീരുമാനമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്.